അടുത്തത് സൈക്ലിസ്റ്റ് നെഗോഷിയേറ്റിംഗ് കർവ്. എന്താ നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കർവ് ഒരു വളവ് തിരിഞ്ഞു പോവുക. നിങ്ങൾ എന്താണ് ബൈക്ക് റേസിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? വളവിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കി പോകുന്നുണ്ടല്ലേ? നമ്മൾ അണ്ണന്മാരെല്ലാം പല ചേട്ടന്മാരും റോഡ് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? അത് കഴിയുമ്പോഴത്തേക്കും ഒരു സൗണ്ടും കേൾക്കും, ശരിയല്ലേ? അപ്പോൾ നോക്കൂ, അപ്പോൾ പിന്നെ ആംബുലൻസിൽ ഇട്ടുകൊണ്ട് പോകും. സോ ലിസൺ, അപ്പോൾ നോക്കുക, അറിഞ്ഞൂടാത്തവൻ ചെയ്താൽ തലവ് തന്നെ വീഴും. അപ്പോൾ വളവ് തിരിയുന്ന സമയത്ത് മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞു പോകും, കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ പറ്റിയാണ് പറയുന്നത്. സോ ലിസൺ, അപ്പോൾ നമ്മുടെ ഒരു സൈക്ലിസ്റ്റ് ഒരു വളവ് തിരിയാണ്, സൈക്ലിസ്റ്റാണ്, വരുന്നു, അതാ വളവാണ്, വളവ് ഇങ്ങനെയാണ്, അങ്ങോട്ടാണ് വളവ്. ഓക്കെ, ഇവിടെ നിന്ന് റോഡ് ഇങ്ങനെ അങ്ങോട്ടാണ്. അപ്പോൾ വരാണ്, സൈക്കിൾ വരുന്നു, എങ്ങനെ തിരിയും? ഇങ്ങനെ ഇങ്ങനെ വളവിനനുസരിച്ച്, വളവിൻ്റെ സെൻറ്റർ അങ്ങോട്ടല്ലേ? അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വരണം. ഓക്കെ, ആ ചരിയുന്നതിനാണ് വരയ്ക്കുന്നത്. സൊല്യൂഷൻ. വണ്ടിയുടെ ടയറാണ്, കണ്ടില്ലേ? ടയറാണ്. അപ്പോൾ മഡ് ഗാർഡ്, പിന്നെ അവിടുത്തെ ആ പൈപ്പ്, പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ? ഹാൻഡില് പോരെ, ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ വലിയ സൈക്കിൾ മതി. ഓക്കെ, സൈക്കിളായി. ഓക്കെ, ഇനി ഇയാൾ എന്താണ് ചെയ്തത്? ഇയാള് വെർട്ടിക്കലിൽ നിന്ന് എത്ര ആംഗിൾ ചരിഞ്ഞു? ഒരു തീറ്റ ആംഗിൾ ചരിഞ്ഞു. അയാൾ എന്താണ് ചരിച്ചത്? തീറ്റ ആംഗിൾ വെർട്ടിക്കലുമായിട്ട് ചരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ചെയ്തുകൊണ്ടിരുന്നത്, അയാൾ സൈക്കിൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നെങ്കിൽ അയാൾ താഴോട്ട് വെയിറ്റ് കൊടുക്കുമായിരുന്നു, തറയിൽ നിന്ന് മേലോട്ട് നോർമൽ ഫോഴ്സ് കിട്ടുമായിരുന്നു. ആ കിട്ടിക്കൊണ്ടിരുന്ന ഈ നോർമൽ ഫോഴ്സിനെ ഇപ്പോൾ അയാൾ ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ആരെയാണ് ചരിച്ചത്? നോർമലിനെയാണ് ചരിച്ചത്. നോർമലിനെ അയാൾ ചരിച്ചു. ഇതാണ് നോർമൽ. എത്ര ആംഗിൾ വെർട്ടിക്കലുമായിട്ട് ചരിച്ചു? പറയൂ. തീറ്റ ആംഗിൾ ചരിച്ചു. ഇപ്പോൾ നോർമൽ വെർട്ടിക്കലുമായിട്ട് തീറ്റ ആംഗിൾ അയാൾ ചരിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ നോർമലിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. എത്ര കമ്പോണന്റ് കിട്ടും? റിസോൾവ് ചെയ്താൽ 2 കമ്പോണന്റ് കിട്ടും. ഒരു കമ്പോണന്റ് ഇങ്ങനെയും കിട്ടും, ഒരു കമ്പോണന്റ് ഇങ്ങനെയും കിട്ടും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതെന്ന് പറയുന്നത് അഡ്ജസന്റ് ആണ്. അപ്പൊ ഇത് n കോസീറ്റ ആണ്, ഇതെന്ന് പറയുന്നത് n സൈൻ തീറ്റ ആണ്. ഓക്കെ, ഈ n സൈൻ തീറ്റ എന്ന് പറയുന്നത് അങ്ങോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്? അപ്പൊ n സൈൻ തീറ്റയാണ് സെന്ററിലോട്ട് ആക്ട് ചെയ്യുന്നത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നു. ഇനി ഈ n കോസീറ്റ മേലോട്ടല്ലേ? ഈ n കോസീറ്റ വെയിറ്റ് ആയ mg യെ ബാലൻസ് ചെയ്യും. എന്തിനാ ബാലൻസ് ചെയ്യും? അപ്പൊ n കോസീറ്റ എന്തിനാ ബാലൻസ് ചെയ്യും? വെയിറ്റിനെ ബാലൻസ് ചെയ്യും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻ കിട്ടി. ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇതേ ബൈ ഇത്, നിങ്ങൾ തന്നെ പറയൂ. n ക്യാൻസൽ ആയി, സൈൻ തീറ്റ ബൈ കോസീറ്റ ടാൻ തീറ്റ ഈക്വൽ ടു ഇതേ ബൈ ഇത്. അപ്പൊ mv²/r ഡിവൈഡഡ് ബൈ mg. അപ്പൊ ഇൻറ്റു 1/mg എന്ന് വരും. m ക്യാൻസൽ ചെയ്തു, ബാക്കി പറയണം. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറയൂ v²/rg. അപ്പൊ v² ഈക്വൽ ടു rg ടാൻ തീറ്റ എന്ന് വരും. അപ്പൊ v എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് rg ടാൻ തീറ്റ. അപ്പോൾ ഇയാൾക്ക് ഇപ്പൊ ഇത്രയും പറന്നു വരുന്ന ആള് ഭയങ്കര ഹൈ സ്പീഡിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ചരിക്കാതെ വന്നു കഴിഞ്ഞാൽ തെറ്റിയടിച്ച് വീഴും. അപ്പോൾ ചരിച്ചു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ വെലോസിറ്റി ഹി അറ്റൈൻസ്? v is equal to എത്ര? റൂട്ട് ഓഫ് rg ടാൻ തീറ്റ. അപ്പോൾ റൂട്ട് ഓഫ് rg ടാൻ തീറ്റ എന്ന് പറയുന്ന വെലോസിറ്റി വരെ അയാൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചരിച്ചു കഴിയുന്നത്, അപ്പോൾ ഹൈ സ്പീഡിൽ വന്നാൽ ഇതുപോലെ ചരിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പം മറിഞ്ഞ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. സൊല്യൂഷൻ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഫുള്ളും പറയാം. സൊല്യൂഷൻ എന്താണ്? സൈക്ലിസ്റ്റ് നേരെ നിൽക്കുകയാണെങ്കിൽ നോർമൽ ഇങ്ങനെ, അപ്പോൾ അയാൾ ചരിക്കുമ്പോൾ അയാൾ ഇങ്ങനെയല്ലേ ചരിച്ചേ? അപ്പോൾ എത്ര ആംഗിൾ ചരിച്ചു? ഒരു തീറ്റ ആംഗിൾ വെർട്ടിക്കലുമായിട്ട് ചരിച്ചു. ഓക്കെ, ഹി ഈസ് ആക്ച്വലി ടിൽറ്റിംഗ് ദ നോർമൽ ത്രൂ ആൻ ആംഗിൾ തീറ്റ. ഇനി അപ്പൊ ഇതാണ് n. n-നെ റിസോൾവ് ചെയ്താൽ 2 കമ്പോണന്റ് കിട്ടും, n കോസീറ്റയും n സൈൻ തീറ്റയും. ഇനി n സൈൻ തീറ്റ അങ്ങോട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ റോഡ് എങ്ങനെയാണ്? നിങ്ങളുടെ റോഡ് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ റോഡ് ഇങ്ങനെയാണ്. അപ്പോൾ റോഡിൽ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചു വരുന്നത് അല്ലേ? അപ്പോൾ ആ സെന്റർ അങ്ങോട്ടാണ്, റോഡിന്റെ സർക്കിളിന്റെ സെന്റർ അങ്ങോട്ടാണ്. അപ്പൊ അങ്ങോട്ടാണ് ചരിച്ചത്. അപ്പോൾ ഈ n സൈൻ തീറ്റ അങ്ങോട്ടാണ്. അപ്പൊ n സൈൻ തീറ്റ പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ദെൻ n കോസ് തീറ്റ മേലോട്ടാണ്. ഇറ്റ് ബാലൻസസ് വെയിറ്റ്. സോ mg. സോ ഡിവൈഡ് ചെയ്യുക. ഇതേ ബൈ ഇത് ടാൻ തീറ്റ, ഇതേ ബൈ ഇത്. അപ്പോൾ ഇത് കിട്ടി. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു v²/rg. ഇതിൽ നിന്ന് v ഈക്വൽ ടു റൂട്ട് ഓഫ് rg ടാൻ തീറ്റ. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്ത 2 ടേംസ് ആണ്. നിങ്ങൾക്ക് അറിയാം, കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇതിന് എക്സാമ്പിൾ ഒക്കെ ഒന്ന് പറയാമോ? പ്രണവേ പറ, കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ പറ.
കൺസർവേറ്റീവ് ഫോഴ്സ് നമ്മൾ പഠിച്ചതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ പറയൂ. ഫ്രിക്ഷണൽ ഫോഴ്സ്, പിന്നെ വിസ്കസ് ഫോഴ്സ്, ഇതെല്ലാം എന്താണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ വർക്ക് ഡൺ എന്താണ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓൺലി, ദ ഫോഴ്സ് ഈസ് കോൾഡ് കൺസർവേറ്റീവ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ ഒരു സാധനത്തിനെ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു തേങ്ങ എടുത്ത് ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ കൊണ്ട് ഇടാനായിട്ട് ഞാൻ ഇപ്പോൾ പ്രണവിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ പ്രണവ് നേരെ കൊണ്ട് മേലിടുന്നു. അപ്പോൾ എത്ര ഹൈറ്റ് അവൻ പൊക്കി? h ഹൈറ്റ് പൊക്കി. അപ്പോൾ അവൻ ചെയ്ത വർക്ക് എത്ര? mgh അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരോ തേങ്ങയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ് വലിച്ചത്? പ്രണവ് തേങ്ങ കൊണ്ടുപോകുമ്പോൾ ആരോ അതിലിട്ട് താഴോട്ട് വലിക്കുന്നു. അപ്പോൾ പ്രണവിൻ്റെ തേങ്ങ ആരോ താഴോട്ട് പിടിച്ച് വലിക്കുന്നു. ആരാണത്? അപ്പോൾ എർത്താണ്. അപ്പോൾ പ്രണവ് ചെയ്ത വർക്ക് mgh. അപ്പോൾ ഗ്രാവിറ്റി ചെയ്ത വർക്ക് എത്ര? -mgh. ശരിയല്ലേ? അപ്പോൾ തേങ്ങയെ ഇവിടെ നിന്ന് മണ്ടയിൽ കൊണ്ടുപോകാൻ ചെയ്ത വർക്ക് എത്ര? പ്രണവ് ചെയ്ത വർക്ക് mgh, ഗ്രാവിറ്റി ചെയ്ത വർക്ക് എത്ര? -mgh. ഇനി പ്രണവിൻ്റെ വീണ്ടും ഞാൻ പറയുന്നു, ആ തേങ്ങ ഇങ്ങ് തിരിച്ചെടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അവൻ താഴെ കൊണ്ടുവച്ചു. എന്നിട്ട് ശ്രീകുട്ടൻ്റെ അടുത്ത് പറയുന്നു ആ തേങ്ങ എടുത്ത് മണ്ടേ കൊണ്ടുപോകാൻ. ശ്രീകുട്ടൻ വക്രബുദ്ധിയാണ്. അപ്പോൾ അവൻ വേറൊരു വഴി കൂടെ നമുക്ക് അപ്പുറത്തെ മതിലൊക്കെ ചാടി അപ്പുറത്തൂടെ പോയി പറന്നു വന്ന് തേങ്ങയെ വീടിൻ്റെ മണ്ടേ കൊണ്ടുപോയിക്കുന്നു. അപ്പോൾ അവൻ വേറെ ഒരു വളഞ്ഞ വഴി കൂടെയാണ് സഞ്ചരിച്ചത്. പക്ഷേ നമ്മൾ പറയും അവൻ ചെയ്ത വർക്ക് എത്രയെന്ന് ചോദിച്ചാൽ സുസാഖെ നമ്മൾ എന്താ പറയും? അപ്പോഴും അവൻ ചെയ്ത വർക്ക് mgh എന്നേ പറയൂ. കാരണം അവൻ ഈ ലെവലിൽ നിന്ന് ആ ലെവലിലേക്ക് തേങ്ങയെ പൊക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ അവൻ ചെയ്ത വർക്ക് എത്ര? mgh ആണ്. അവിടെ ഗ്രാവിറ്റി ചെയ്ത വർക്ക് എത്ര? -mgh ആണ്. ശരിയല്ലേ? ഇനി അടുത്ത അബ്ദുള്ളയോട് പറയുന്നു. അബ്ദുള്ള വേറെ വഴി കൂടെ കൊണ്ടുവന്ന് ആ തേങ്ങ അവിടെ കൊണ്ടിട്ടു. എന്നാലും അബ്ദുള്ള ചെയ്തതും h ഹൈറ്റിലേക്ക് തേങ്ങയെ പൊക്കുക മാത്രമാണ്. അപ്പോൾ അബ്ദുള്ള ചെയ്ത വർക്കും mgh ആണ്. ഗ്രാവിറ്റി ചെയ്ത വർക്ക് എത്ര? -mgh. അപ്പോൾ എല്ലാ കേസിലും വർക്ക് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇനീഷ്യൽ ലെവലിനെയും ഫൈനൽ ലെവലിനെയും അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സാണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഏത് പാത്തിൽ കൂടെ പോയി എന്നുള്ളത് പ്രശ്നമല്ല. സോ ഇഫ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് depends on initial position and final position only and does not depend on path, the force is called conservative. If the work done by a force depends only on initial and final positions and does not depend on path, the force is called conservative. ഇനി അപ്പോൾ എന്തായിരിക്കും നോൺ കൺസർവേറ്റീവ്? If the work done by a force depends on path, the force is called conservative. ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അജേഷിന് സ്കൂളിൽ പോകണം. അപ്പോൾ അച്ഛനടുത്ത് പറയുന്നു എന്നെ പാളയിലിരുത്തി വലിച്ചഴിച്ചുകൊണ്ട് സ്കൂളിൽ പോകണം, എന്നാലേ ഞാൻ ഇനി സ്കൂളിൽ പോകുന്നുള്ളൂ എന്നവൻ പറയുന്നു. അപ്പോൾ അച്ഛൻ ഇത് കട്ടയും പടവും പടങ്ങും. കാരണം എന്താണ്? അച്ഛൻ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്ത് ചില്ലറ തീറ്റയാണ് അവൻ തിന്നുന്നത്. അപ്പോൾ നമുക്ക് വലിച്ചഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ കട്ടയും പടവും പടങ്ങും. ശരിയല്ലേ? അപ്പോൾ അച്ഛൻ അവിടെ എന്തിന് എഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഫ്രിക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് അല്ലേ? അപ്പോൾ അച്ഛൻ ചെയ്യുന്ന വർക്കിന് എഗൻസ്റ്റ് ആയിട്ട് ഫ്രിക്ഷനും വർക്ക് ചെയ്യുന്നു. ശരിയല്ലേ? ഈ പാത്ത് കൂടുതലുണ്ടെങ്കിലോ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ വർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫ്രിക്ഷൻ എന്ത് ഫോഴ്സിന് എന്താ എക്സാമ്പിൾ ആണ്? നോൺ കൺസർവേറ്റീവ്. അപ്പോൾ ഇഫ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്, ദ ഫോഴ്സ് ഈസ് കോൾഡ് നോൺ കൺസർവേറ്റീവ്. എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, പിന്നെ വിസ്കസ് ഫോഴ്സ് ഒക്കെ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ഒരു ടേം ആണ് ഇനർഷ്യൽ മാസ്, ഗ്രാവിറ്റേഷണൽ മാസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇനർഷ്യൽ മാസ്, ഗ്രാവിറ്റേഷണൽ മാസ് കേട്ടിട്ടുണ്ട്? F = ma എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് m എന്ന് പറഞ്ഞാൽ F/a അല്ലേ? ഈ കിട്ടിയ എമ്മിനെ വിളിക്കുന്ന പേരാണ് ഇനർഷ്യൽ മാസ്. ഒന്നുമില്ല, നമ്മൾ സാധാരണ F = ma അല്ലേ? അതിനകത്ത് m കാൽക്കുലേറ്റ് ചെയ്താൽ F/a. ഇപ്പൊ കിട്ടിയ മാസ് ഈസ് നോൺ ആസ് ഇനർഷ്യൽ മാസ് because this mass decides inertia. ഈ മാസ് ആണ് എന്തിനെ തീരുമാനിക്കുന്നത്? ഇനർഷ്യയെ തീരുമാനിക്കുന്നത്. ഇപ്പൊ നോക്ക്, എന്താണ് നമ്മുടെ ആരാണ്? ഗീതു അവിടെ ഇരിക്കുന്നു. ചില്ലറ തീറ്റയാണോ തിന്നിരിക്കുന്നത്? നോക്ക്, പെരുവി വണ്ണം വെച്ചിത്രമായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ? ഈ ഗീതുവിനെ, ആ ഇരിക്കുന്ന റെസ്റ്റിലിരിക്കുന്ന ഗീതുവിനെ തള്ളി നീക്കാൻ എളുപ്പമാണോ? അല്ല, നല്ല പാടാണ്. അപ്പൊ എന്ത് ചെയ്യും? മാസ് കൂടുതലാണ് ഗീതുവിന്റെ. അപ്പോൾ ഇനർഷ്യ ഓഫ് റെസ്റ്റ് കൂടുതലായിരിക്കും. ചുമ്മാ ഒന്നും നീക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മാസ് കൂടുതലാണെങ്കിൽ അവളുടെ ഇനർഷ്യ കൂടുതലാണ്. അപ്പൊ ഇനർഷ്യ ഓഫ് റെസ്റ്റ് കൂടുതലാണ്. ഇനി ഇതേ ഗീതുവിനെ പേപ്പട്ടി ഓടിച്ചു വരുന്നു, പറന്നു വരെയാണ് ഗീതു. ശരിയല്ലേ? ഗീതുവിന് ചില്ലറ മാസ് അല്ല,
അപ്പോൾ നോക്കുക, അപ്പൊ ഗീതു പറന്നു വരുന്നു, പ്രണവ് വഴിയിൽ നിന്ന് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നു. പ്രണവ് പടാവൂലേ? അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഗീതു പറന്നു വരെയാണ്, ഗീതുവിന്റെ മാസ് കൂടുതലാണ്. മാസ് കൂടുതലാണെങ്കിൽ അവളുടെ ഇനർഷ്യ കൂടുതലായിരിക്കും. അപ്പൊ ഓടി വരുമ്പോ ഇനർഷ്യ ഓഫ് മോഷൻ അല്ലേ? അപ്പൊ ഇനർഷ്യ ഓഫ് മോഷൻ കൂടുതലായിരിക്കും. അപ്പൊ മാസ് ആണ് എന്തിനെ തീരുമാനിക്കുന്നത്? ഇനർഷ്യയെ തീരുമാനിക്കുന്നത്. അപ്പൊ മാസിനെ നമുക്ക് മാസ് ഇനർഷ്യയെ തീരുമാനിക്കുന്നതുകൊണ്ടാണ് മാസിനെ നമ്മൾ ഇനർഷ്യൽ മാസ് എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം എയിൽ എമ്മിനെ പറയുന്ന പേരാണ് ഇനർഷ്യൽ മാസ്. So because this mass decides inertia. അപ്പൊ മാസ് കൂടിയ സാധനത്തിന് എന്ത് കൂടുതലായിരിക്കും? ഇനർഷ്യയും കൂടുതലായിരിക്കും. അത് ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആയാലും അതെ, ഇനർഷ്യ ഓഫ് മോഷൻ ആയാലും അതെ. ഇനി അടുത്ത എന്താണ്? ഗ്രാവിറ്റേഷണൽ മാസ്. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് അറിഞ്ഞൂടെ? ഇതിനകത്ത് നിന്ന് എം കാൽക്കുലേറ്റ് ചെയ്താൽ എഫ് ബൈ എം എന്ന് കിട്ടൂലേ? എം ഈസ് ഈക്വൽ ടു എഫ് ബൈ ജി എന്ന് കിട്ടൂലേ? അപ്പൊ എം ഈക്വൽ ടു എഫ് ബൈ ജി. ഇപ്പൊ കിട്ടിയ എമ്മിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ മാസ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം ജിയിൽ എമ്മിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ മാസ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തൊരു കിടിലൻ സെക്ഷൻ നിങ്ങൾ പഠിച്ചാണ്, മോഷൻ ഇൻ വെർട്ടിക്കൽ സർക്കിൾ. അപ്പൊ നമുക്കൊരു കല്ലിനെ ഒരു കയറിൽ കെട്ടിയിട്ട് ഒരു സർക്കുലാർ പാത്തിൽ കറങ്ങാം. ഇങ്ങനെ വെർട്ടിക്കൽ സർക്കിളിൽ. ഇങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ സർക്കിൾ. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ സർക്കിൾ. ഓക്കെ, ഇപ്പൊ വെർട്ടിക്കൽ സർക്കിളിലാണ് കറക്കുന്നത്. അപ്പൊ നമ്മുടെ കയറിന്റെ അറ്റത്ത് കല്ല്. ഓക്കെ, ഈ കല്ല് താഴെ എത്തും, ഇത് കറങ്ങി മേലും എത്തും. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഈ സർക്കുലാർ പാത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കല്ല്. ഈ പൊസിഷനെ ഞാൻ എ എന്ന് വിളിക്കാം, ആ പൊസിഷനെ ഞാൻ ബി എന്നും വിളിക്കാം. കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടെ വെച്ചുള്ള വെലോസിറ്റി അറിയാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ മതി. സോ ഇതാണ് വെലോസിറ്റി. കുഴപ്പമില്ല, വെലോസിറ്റി V1 എന്ന് വിളിക്കാം. ഇവിടെ വെച്ചുള്ള വെലോസിറ്റി അറിയണമെങ്കിൽ ഇങ്ങോട്ട് ടാൻജന്റ് വരയ്ക്കുക, V2. ബുദ്ധിമുട്ടില്ല. ഇനി ഈ കല്ലിന്റെ മാസ് M ആണ്. ഓക്കെ, ഈ കല്ല് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, കല്ലിപ്പോ ഇത് സെന്റർ ആണ്, ഞാൻ ആരെങ്കിലും പിടിച്ചിരിക്കുകയോ എങ്കിലും ആണെന്ന് വെച്ചോളൂ. അപ്പൊ കല്ല് എന്റെ വെയിറ്റ് എത്ര? mg. കല്ലിന്റെ വെയിറ്റ് mg ആണ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ എത്രയാ? T1 എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? T1 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ കല്ല് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് നല്ല വലിഞ്ഞായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഈ ടെൻഷൻ നല്ല ടെൻഷനാണ്, ടെൻഷൻ കൂടുതലാണ്. ഇനി ഈ കല്ല് കറങ്ങി മേലിൽ ചെന്നു. മേലിൽ ചെല്ലുമ്പോൾ അതിന്റെ വെയിറ്റ് എത്ര? വെയിറ്റ് മാറ്റം ഉണ്ടാവോ? ഇല്ല. വെയിറ്റ് എത്ര തന്നെ? mg തന്നെ. അതെങ്ങോട്ട് തന്നെ? താഴോട്ട് തന്നെ. അപ്പൊ വെയിറ്റ് mg. ഈ സമയത്തും കയറിങ്ങനെ വലിഞ്ഞ് തന്നെ നിൽക്കുന്നത്. അപ്പൊ കയറിൽ ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ നേരത്തെ ഇവിടെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് വലിഞ്ഞാണ് നിന്നത്. ഇത് കല്ല് മേലിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ചുളുങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലേ? അപ്പൊ ടെൻഷൻ കുറയും. ഈ കുറഞ്ഞ ടെൻഷനെ T2 എന്ന് പറയാം. അപ്പൊ കുറഞ്ഞ ടെൻഷന്റെ പേരാണ് T2. അപ്പൊ ഞാൻ ഇത്രയൊന്നും കൂടെ പറയാം. നിങ്ങളുടെ കല്ല് വെർട്ടിക്കൽ സർക്കിളിലാണ് കറങ്ങുന്നത്. കല്ലിന്റെ മാസ് M ആണ്. ഈ പൊസിഷനെ A എന്ന് വിളിക്കാം, ആ പൊസിഷനെ B എന്ന് വിളിക്കാം. ഇവിടെ വെച്ചുള്ള വെലോസിറ്റി അറിയണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, ടാൻജന്റ് വരയ്ക്കുക, V1. ഇവിടെ വെച്ചുള്ള വെലോസിറ്റി V2. ഇനി ഇവിടെ വെച്ച് കല്ലിന്റെ വെയിറ്റ് mg ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയർ നല്ല വലിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനെ ഞാൻ T1 എന്ന് വിളിച്ചു. ഈ പൊസിഷനിൽ വെച്ച് കയർ നല്ല ടെമ്പറായിട്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ടെൻഷൻ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ T1 കൂടുതലാണ്. ഇനി ഈ കല്ല് കറങ്ങി മേല് ചെല്ലുന്നു. മേല് ചെല്ലുമ്പോഴും വെയിറ്റ് താഴോട്ട് തന്നെ. ഇനി അടുത്ത കയറിൽ അപ്പോഴും വലിയുണ്ട്, കയർ ഇങ്ങനെ നേരെ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഈ കല്ല് ഇങ്ങനെ നിൽക്കുന്ന മേലെ നിൽക്കുന്ന സമയത്ത് നൂല് വളയാനുള്ള ചാൻസ്, നൂല് ചുളുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ടെൻഷൻ അത്രയും കാണത്തില്ല. അപ്പൊ T2 ആണ് അവിടുത്തെ ടെൻഷൻ. അത് കുറഞ്ഞ ടെൻഷനാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നോക്കി ആൻസർ പറയണം. കല്ല് താഴെ ഉള്ളപ്പോഴുള്ള കാര്യങ്ങളെല്ലാം പറയണം. കല്ല് താഴെ ഉള്ളപ്പോഴുള്ള കാര്യങ്ങൾ എല്ലാം പറയണേ. അപ്പൊ താഴെയുള്ള കാര്യങ്ങൾ പറയൂ. ഇവിടെ ഉള്ള നെറ്റ് ഫോഴ്സ് ഏതാ? താഴെയുള്ള നെറ്റ് ഫോഴ്സ് പറയൂ. വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് മൈനസ് ചെയ്യണം. പറഞ്ഞു. ഏതാണ് വലിയ ഫോഴ്സ്? mg ആണ് വലിയ ഫോഴ്സ് എങ്കിൽ ഇത് പൊട്ടി താഴെ പോയനെ. അപ്പൊ T1 ആണ് വലുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് T1 വലുതാണെങ്കിൽ ഇത് മേലോട്ട് പൊങ്ങി ഇനി സെൻട്രൽ കയറി വരൂലേ എന്ന് ചോദിക്കരുത്. കാരണം ഇത് സർക്കുലാർ പാത്തിൽ കറങ്ങണമെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അത് സെന്ററിലോട്ടാണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ്? ഈ സെന്ററിലോട്ടാണ്. അപ്പൊ ഇതിൽ ഏതാണ് വലിയ ഫോഴ്സ്? T1 ആണ് വലുത്. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണാൻ T1 മൈനസ് mg ആണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ma ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് mg വേണ്ട, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ നെറ്റ് ഫോഴ്സ് ആണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. ഇപ്പൊ mv² ആയിട്ട് മാറുന്നു. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. ഇവിടെ കല്ലിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. കല്ലിന്റെ മണ്ടയിൽ എത്ര ഫോഴ്സ് ഉണ്ട്? 2 ഫോഴ്സ്. ഏതൊക്കെയാണ്? mgയും T1. ഇതിൽ ഏത് ഫോഴ്സാണ് വലുതെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. mg ആണ് വലുതെങ്കിൽ ഇത് പൊട്ടിയടിച്ച് താഴെ പോകും.
അപ്പോൾ T1 ആണ് വലുത് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറയുന്നു T1 ആണ് വലുത്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും T1 ആണ് വലുതെങ്കിൽ കാട്ടാള ഈ കല്ലങ്ങ് മേലിൽ കയറി പോകൂലേ, സെൻട്രിൽ കയറി പോകൂലേ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഈ കല്ല് ഇപ്പൊ സർക്കുലർ പാത്തിൽ കറങ്ങുകയാണ്. സർക്കുലർ പാത്തിൽ കറങ്ങുന്ന സാധനത്തിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെൻട്രലോട്ടാണ്. അപ്പൊ സെൻട്രലോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ്? സെൻട്രലോട്ടാണ്. അപ്പൊ സെൻട്രലോട്ടുള്ള നെറ്റ് ഫോഴ്സ് ആണ് ഞാൻ ചോദിച്ചത്. സെൻട്രലോട്ടുള്ള നെറ്റ് ഫോഴ്സ് കാണാൻ ഇതാണ് അപ്പൊ വലുത്, ഇതാണ് ചെറുത്. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണാൻ T1 മൈനസ് mg ആണ്. അപ്പോൾ സെൻട്രലോട്ടുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് T1 മൈനസ് mg ആണ്. ഇതാണ് ഇവിടെ വെച്ച് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ? mv²/r. ഇവിടുത്തെ V1 ആയതുകൊണ്ട് V1. ഓക്കെ, ഇത് കിട്ടി. ഇതിനകത്ത് നിന്ന് T1 പറയുക. വാട്ട് ഈസ് T1? പറഞ്ഞോ. mv1²/r പ്ലസ് mg എന്നാണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആൻസർ കിട്ടി? ടെൻഷൻ്റെ ആൻസർ കിട്ടി. എവിടുത്തെ ടെൻഷൻ? താഴെയുള്ള ടെൻഷൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് മേലുള്ള കാര്യം പറയാം. മേലുള്ള കാര്യം കൂടെ പറയും. മേലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രലോട്ടായിരിക്കണം, എന്നാലേ സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടൂ. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്? ഈ T2 പ്ലസ് mg ആണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് അല്ലേ? അത് എന്തായിട്ട് മാറും? അവിടെ വെച്ചുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറും, mv²/r ആയിട്ട് മാറും. ഇവിടെ v എന്ന് പറയുന്നത് V2 ആണ്. ഇതിനകത്ത് നിന്ന് T2 എന്താന്ന് പറയും? വാട്ട് ഈസ് T2? പറഞ്ഞോ. mv2²/r മൈനസ് mg എന്നാണ്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ടെൻഷൻ കിട്ടി, മേലുള്ള കുറഞ്ഞ ടെൻഷൻ കിട്ടി. ഇനി അടുത്ത് ഇതിലേതാണ് വലിയ ടെൻഷൻ? T1 വലുതും T2 ചെറുതുമാണ്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻഷൻ കാണാം. അതായത് T1 മൈനസ് T2 കാണാം. അപ്പൊ ഇക്വേഷൻസ് തമ്മിൽ അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു, പറഞ്ഞോ, ഇതേ മൈനസ് അത്, ഇതേ മൈനസ് അത്, പറഞ്ഞോ, mv1²/r പ്ലസ് mg മൈനസ് ഇത്. അപ്പൊ മൈനസ് mv2²/r മൈനസ് ഇത്. അപ്പൊ പ്ലസ് mg എന്നാവും. കണ്ടോ? അപ്പൊ T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു, പറഞ്ഞോ, ഏതാ? 2mg അവിടെ ഉണ്ട്, പ്ലസ് ബാക്കി പറയണം m/r ഉണ്ട് ഇൻറ്റു v1² മൈനസ് v2² എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എന്തിന്റെ ആൻസർ ആണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻഷൻസ് ആണ്. ഇനി ഈ കല്ലിപ്പം എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്നു. എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, ഓസിലേഷനിലും ഒക്കെ പഠിച്ച കാര്യം. ഇവിടെ വെച്ച് ഇത് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇവിടെ വെച്ച് ഇതിന് എന്ത് എനർജി കാണും? കൈനറ്റിക് എനർജി മാത്രമേ കാണൂ. ഇപ്പൊ എ എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ച് കല്ലിന് എന്ത് കാണും? കൈനറ്റിക് എനർജി കാണും. കൈനറ്റിക് എനർജി അറ്റ് എയിൽ കൈനറ്റിക് എനർജി ഉണ്ട്. ഈ കല്ല് മേലെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വെച്ചും കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ ഇവിടെ വെച്ച്. കല്ല് 2r ഹൈറ്റിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ r, ഇവിടെ r. ഇപ്പൊ 2r ഹൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് mgh അറിഞ്ഞൂടെ? അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കിട്ടി. അപ്പൊ കല്ല് ബി എന്ന് പറയുന്ന ഈ പൊസിഷനിൽ ചെല്ലുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം എനർജി ലോസ് ഇല്ല. ഇവിടെ ഉള്ള എനർജി അവിടെ ഉള്ള എനർജിയും സെയിം ആയിരിക്കണം. ഇപ്പൊ ഇവിടെ വെച്ചുള്ളത് കൈനറ്റിക് എനർജി, അവിടെ വെച്ചുള്ളത് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എവിടെയാ? അറ്റ് ബി. ഇനി നിങ്ങൾ പറയണം, വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി അറ്റ് എയിലെ കൈനറ്റിക് എനർജി പറ. ഹാഫ് mv1² അല്ലേ? ഈക്വൽ ടു വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി അറ്റ് ബി? ഹാഫ് mv2² അല്ലേ? പ്ലസ് ഇവിടെ വെച്ചുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh അല്ലേടെ? mgh. ഇവിടുത്തെ h എന്ന് പറയുന്നത് 2r അല്ലേ? 2r. ഇനി ഇതിനകത്തുനിന്ന് ഈ ടേം എടുത്ത് ഇപ്പുറത്ത് വയ്ക്കുക. അപ്പൊ എന്തായി? ഹാഫ് mv1² മൈനസ് ഹാഫ് mv2² ഈസ് ഈക്വൽ ടു 2mgr എന്നായി. കുഴപ്പമില്ലല്ലോ. എല്ലാ ടേമിലും m ഉണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി പറയൂ. ഇനി അടുത്ത നമുക്ക് ഒരു കാര്യം ചെയ്യാം. നോക്കൂ, ഹാഫ് വെളിയിലെടുത്തിട്ട് v1² മൈനസ് v2² ഈക്വൽ ടു പറ 2gr എന്നായി. ഈ 2 ക്രോസ് ചെയ്ത് അപ്പുറത്ത് കയറ്റിയാൽ 4 ആയില്ലേ? അപ്പൊ നമുക്കിപ്പോ എന്തിന്റെ ആൻസർ കിട്ടി? v1² മൈനസ് v2² ആൻസർ കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായി? T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു, പറഞ്ഞോ, 2mg പ്ലസ് m/r ഇൻറ്റു എന്തായി? 4gr. ഏതൊക്കെ കട്ട് ചെയ്തു? ഇതും കട്ട് ചെയ്തു. ബാക്കി 4mg പ്ലസ് 2mg എത്രയായി? 6mg. അപ്പൊ T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു 6mg. നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ബാക്കി ഡെറിവേഷൻ ഒന്നും നമുക്ക് അറിയണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് ആ ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ വെച്ചുള്ള ടെൻഷൻ കൂടുതലും അവിടെ വെച്ചുള്ള ടെൻഷൻ കുറവായിരിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെൻഷൻ? 6 mg ആയിരിക്കും. ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇനി നമ്മൾ എന്താണ് ഇവിടെ വെച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. ഇവിടെ വെച്ച് ഒരു മിനിമം സ്പീഡ് ഉണ്ടെങ്കിലേ കറങ്ങി മേലോട്ട് കയറൂ അല്ലേ? അപ്പോൾ ആ സ്പീഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ സ്പീഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. നിങ്ങൾ നോക്കൂ, അതിന് മുമ്പ് മേലിലത്തെ കാര്യം പറഞ്ഞിട്ട് പോവാം. മേലിൽ ഒരു പർട്ടിക്കുലർ സ്പീഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മേലിൽ വളരെ സ്ലോയിൽ വന്നാൽ എന്ത് സംഭവിക്കും? വളരെ സ്ലോയിൽ വന്നാൽ ആ നൂലങ്ങ് ചുളുങ്ങി സർക്കുലർ മോഷൻ സ്റ്റോപ്പ് ആവൂലേ? അപ്പോൾ ഈ ബിയിൽ വെച്ച് ഒരു മിനിമം സ്പീഡെങ്കിലും ഇതിന് വേണം, എന്നാലേ സർക്കുലർ പാത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അപ്പോൾ സ്ലാക്കനിങ് ഒഴിവാക്കണം. സ്ലാക്കനിങ് എന്ന് പറഞ്ഞാൽ നൂല് ചുളുങ്ങൽ ഒഴിവാക്കണം, അത്രയേ ഉള്ളൂ. നൂല് ചുളുങ്ങരുത്. അപ്പോൾ ടു അവോയ്ഡ് സ്ലാക്കനിങ്, അപ്പോൾ മേല് വെച്ച് എന്ത് പാടില്ല? ഈ നൂല് ടെമ്പറായിട്ട് തന്നെ നിൽക്കണം, ചുളുങ്ങരുതെങ്കിൽ നമ്മൾ ഓർമ്മിക്കണം, നൂലിങ്ങനെ വലിഞ്ഞു നിൽക്കുകയും വേണം, എന്നാൽ ചുളുങ്ങുകയും ചെയ്യരുത്. ആ പരുവത്തിലാണ്. അപ്പം നൂലിങ്ങനെ ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. അപ്പം അതിനെന്തില്ല? ടെൻഷൻ ഇല്ല. അപ്പോൾ സ്ലാക്കനിങ് ഇല്ലാത്ത പരുവം ആണ് ഈ. ഇപ്പോൾ ഏറ്റവും പതുക്കെ ഇതിപ്പോൾ പോവുകയാണ്, കല്ല് ഇപ്പോൾ ഏറ്റവും പതുക്കെ പോവുകയാണ്, ഇപ്പോൾ ബിയിലെത്തി, ഇതിലും പതുക്കെ പോയാൽ ചുളുങ്ങിപ്പോവും. അപ്പോൾ ആ ഏറ്റവും പതുക്കെ പോകുന്ന സമയത്ത് ഈ കയറിൽ എന്തില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യും? ടെൻഷൻ ഇല്ല. അപ്പോൾ അവിടെ ഉള്ള ആകെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് mg അല്ലേ? ആ mg ആയിരിക്കും അപ്പോഴതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. നേരത്തെ ഏതായിരുന്നു സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തോണ്ടിരുന്നത്? mgയും T2 കൂടെ ചേർന്നല്ലേ? ഇപ്പം എന്തില്ല? T2 0 എന്നെടുക്കുന്നു. T2 0 ആയി. അപ്പൊ ആര് മാത്രം സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കും? mg മാത്രം. അപ്പൊ mg എന്തായിട്ട് മാറും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറും. mv²/r ആയിട്ട് മാറും. അപ്പുറം m കട്ട് ചെയ്ത് കളയുക, ഇതിനകത്ത് r ഇവിടെ എടുത്ത് വയ്ക്കുക. അപ്പൊ gr ഈസ് ഈക്വൽ ടു v²² എന്ന് വരും. അപ്പൊ വാട്ട് ഈസ് v2? v2 ഈസ് ഈക്വൽ ടു √g r എന്ന് കിട്ടി. സോ ദിസ് ഈസ് എ മിനിമം വെലോസിറ്റി റിക്വയർഡ് അറ്റ് b ടു അവോയ്ഡ് സ്ലാക്കനിങ്. അപ്പൊ സ്ലാക്കനിങ് ഒഴിവാക്കണമെങ്കിൽ ബിയിൽ വെച്ച് വേണ്ട മിനിമം വെലോസിറ്റി എത്ര? √g r. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മളിപ്പോ ഒരു ഇക്വേഷൻ ഇവിടെ പഠിച്ചു, കണ്ടോ? ഈ ഇക്വേഷൻ v1² - v2² ഈക്വൽ ടു 4gr എന്ന് കിട്ടിയോ? ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ v1² - v2ന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ പറ. അപ്പൊ gr ഈക്വൽ ടു 4gr എന്നായി. അപ്പൊ v1² ഈക്വൽ ടു 5gr എന്നായി. അപ്പൊ v1 ഈക്വൽ ടു √5gr എന്നായില്ലേ? ഇത് എവിടെ വെച്ചുള്ള വെലോസിറ്റിയാ? താഴെ വെച്ചുള്ള വെലോസിറ്റി. അപ്പൊ താഴെ വെച്ച് ഈ വെലോസിറ്റി എങ്കിലും ഉണ്ടെങ്കിലേ ഇത് കറങ്ങി മേലിൽ കയറും. ഓക്കെ, ഏറ്റവും പതുക്കെ മേലിൽ കയറും. ആ സമയത്ത് അവിടെ വെച്ചുള്ള വെലോസിറ്റി എത്രയായിരിക്കും? √gr. ഓർത്ത് വയ്ക്കാനുള്ള 2-3 പോയിന്റ്സ് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇങ്ങനെ വെർട്ടിക്കൽ സർക്കിളിൽ കറങ്ങുമ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ടെൻഷനാണ് കൂടുതൽ. T1 ഗ്രേറ്റർ ആണ് T2വിനേക്കാളും. പിന്നെ അടുത്ത് ഈ രണ്ട് ടെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 mg വരും. എത്ര വരും? 6 mg വരും. ഓർക്കേണ്ട അടുത്ത പോയിന്റ്. ഇനി അടുത്തെന്താണ്? ഈ താഴെ വെച്ച് പതുക്കെ പോവാണ്, പതുക്കെ പോയി കഷ്ടി സർക്കിൾ ഇങ്ങനെ കറങ്ങി വന്നു. ആ സമയത്ത് ആ കഷ്ടി പരുവത്തിൽ v1ന്റെ വാല്യൂ എത്രയാണ്? √5gr ആണ്. ആ സമയത്ത് v2ന്റെ വാല്യൂ എത്രയാണ്? നൂല് ചുളുങ്ങിയില്ലെന്നേ ഉള്ളൂ. v2ന്റെ വാല്യൂ എത്രയാണ്? v2 ഈസ് ഈക്വൽ ടു √gr. ഈ സമയത്ത് ഈ ചുളുങ്ങലില്ല എന്ന് പറഞ്ഞാൽ T2ന്റെ വാല്യൂ എത്രയെന്ന് എടുത്തോണം? 0 എന്ന് എടുത്തോണം. ഇത്രയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഫാസ്റ്റ് ആയിട്ടൊന്ന് പറയാം. അപ്പോൾ അത്രയായപ്പോഴത്തേക്കും നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. സൊല്യൂഷൻ: സർക്കുലാർ പാത്തിൽ ആര് കറങ്ങുകയാണ്? കയറിൽ കെട്ടിയ ഒരു കയറിൽ കെട്ടിയ കല്ല് കറങ്ങുകയാണ്. അപ്പം ഈ പൊസിഷനെ എ എന്നും ആ പൊസിഷനെ ബി എന്നും വിളിക്കുന്നു. കല്ലിൻ്റെ വെയിറ്റ് mg ആണ്, കയറിലുള്ള ടെൻഷൻ T1 ആണ്. അവിടെ വെച്ചുള്ള വെയിറ്റ് mg ആണ്, കയറിലുള്ള ടെൻഷൻ T2 ആണ്. ഇനി അടുത്ത് ഏത് ടെൻഷനാണ് ഗ്രേറ്റർ? T1 ആണ് ഗ്രേറ്റർ. കാരണം നമ്മൾ ഈ സമയത്താണ് നല്ല വലിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ T2 ഗ്രേറ്റർ. ഇനി അടുത്തെന്താണ്? ഇവിടെ വെച്ചുള്ള വെലോസിറ്റി v1, അവിടെ വെച്ചുള്ള വെലോസിറ്റി v2. ഇനി നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വെച്ച് ആദ്യത്തെ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ. ഇവിടെ വെച്ച് കല്ല് സർക്കുലാർ പാത്തിൽ കറങ്ങുകയാണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഈ 2 എണ്ണത്തിന്റെ നെറ്റ് എഫക്റ്റ് ആണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻട്രലോട്ടല്ലേ? അപ്പൊ വലുതും ചെറുതും. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് T1 - mg ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. അത് ഇന്ന് T1 കണ്ടു. ഇനി അടുത്ത മേലെ ചെല്ലുമ്പോഴത്തേക്ക് ഈ 2 ഫോഴ്സും സെൻട്രലോട്ടാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കും. അത് ഇന്ന് T2 ആണ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻഷൻ ആണ് കണ്ടുപിടിച്ചത്. അത് നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ ഓർത്തോണം. ഇവിടെ വെച്ച് കല്ലിന് എന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജി മാത്രം. അവിടെ വെച്ച് ആ കൈനറ്റിക് എനർജി എന്തൊക്കെയായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഇനി അടുത്ത് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh. Hന് പകരം 2r എന്നിടും.
ഓക്കെ, ഇനി അടുത്തെന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ടെൻഷൻസ്? ഇറ്റ് ഈസ് 6 mg. അടുത്തെന്താണ് പറഞ്ഞത്? ഇവിടെ നോക്കൂ, ഇവിടെ വെച്ച് ഏറ്റവും പതുക്കെ പോകുന്ന ഒരു കണ്ടീഷൻ. ആ സമയത്ത് കഷ്ടി ഇങ്ങനെ പാസ് ചെയ്തങ്ങ് പോയി. അതിലും പതുക്കെ പോയിരുന്നെങ്കിൽ ഇവിടെ വെച്ച് നൂല് ചുളുങ്ങിയാണ്. ആ പരുവത്തിൽ V1ന്റെ വാല്യൂ എത്ര ആയിരിക്കണം? √5gr. ആ സമയത്ത് V2ന്റെ വാല്യൂ എത്ര ആയിരിക്കണം? √gr ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് മോഷൻ ഇൻ എ വെർട്ടിക്കൽ സർക്കിളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ള ഈ ചാപ്റ്ററിനകത്ത് ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ക്രാഷ് സമയത്ത് നമുക്ക് ഇതുപോലെ ഫാസ്റ്റായിട്ട് പറയേ നിവർത്തിയുള്ളൂ. നിങ്ങളതെല്ലാം ഒന്ന് ഓർമ്മിച്ച് വയ്ക്കണം. ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ.